ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. പ്രതാപവർമ്മ രാജുവിനോട് പറയുന്നു, നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഞാൻ ഇപ്പം നടത്തി തരും. എൻ്റെ മകളെ നിന്റെ കൈ പിടിച്ചേൽപ്പിക്കാൻ എനിക്ക് പൂർണ്ണ സമ്മതമാണ്. പ്രതാപവർമ്മയുടെ ഈ വാക്ക് കേട്ട് അംബിക അങ്ങ് ഞെട്ടുവാണ്. ദീപക്കാണെങ്കിൽ ദേഷ്യം കൊണ്ട് പല്ല് കടിക്കുന്നു. രാധമ്മയും വേണുവും ഋതികയും എല്ലാം ഭയങ്കര സന്തോഷപ്പെടുന്നുണ്ട്. വേണുവിനും യാമിനിക്കും പറയാൻ വയ്യ, അത്രയ്ക്ക് സന്തോഷം. രമ്യയും രുക്മിണിയും ആണെങ്കിൽ പ്രതാപവർമ്മ പറഞ്ഞത് കേട്ടിങ്ങനെ ഞെട്ടിത്തെറിച്ച് ഭയന്ന് നിൽക്കുവാണ്. ദൈവമേ, അവരുടെ പ്രതീക്ഷയെല്ലാം തകർന്നു പോയല്ലോ എന്നോർത്ത്. രാജു, നിന്റെ ഒരേ ഒരു വാക്ക്, എൻ്റെ മകളെ വിവാഹം കഴിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടെന്ന് നീ പറഞ്ഞാൽ ഞാൻ ഇവിടെ വെച്ച് ഇപ്പോൾ നടത്തി തരും. വർമ്മ സാർ എന്തായി പറയുന്നേ? ഞാൻ ഋതിക മേഡത്തെ വിവാഹം കഴിച്ചിട്ടില്ലെന്നുള്ള സത്യം അറിഞ്ഞ പലരും പല തവണ എന്നോട് പറഞ്ഞു. എൻ്റെ അച്ഛനടക്കം എന്നോട് പറഞ്ഞു, ഋതിക മേഡത്തെ വിഷമിപ്പിക്കരുത്, ഈ ജീവിതം ഇങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്. പക്ഷെ ഞാൻ അതിന് സമ്മതിച്ചില്ല. രാജു എന്തുവായി പറഞ്ഞു വരുന്നതെന്ന് മനസ്സിലാകാതെ അവിടെ നിൽക്കുന്നവരൊക്കെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുവാണ്. ഹൃദയാണെങ്കിൽ സങ്കടം കൊണ്ട് നെഞ്ചു പൊട്ടി നിൽക്കുവാണ്. രാജു കരഞ്ഞുകൊണ്ട് വർമ്മയോട് പറയുക, എനിക്ക് ലോകത്ത് എന്തിനേക്കാളും വലുത് എൻ്റെ വർമ്മ സാറിന് എന്നോടുള്ള വിശ്വാസമാണ്. ഇതൊക്കെ കേട്ട് സഹിക്കാൻ വയ്യാതെ അംബിക ഇങ്ങനെ മുഖമേർപ്പിച്ചെന്ന് പുറൂർക്കുന്നുണ്ട്. എൻ്റെ വർമ്മ സാറിനോടുള്ള നന്ദിയും കടപ്പാടും നിലനിർത്താനാ ഞാൻ ഇത്രയും പാടുപെട്ടത്. ഋതിക മേഡത്തിനെ അങ്ങനെ കാണാൻ എനിക്ക് ഒരിക്കലും കഴിയില്ല വർമ്മ സാറേ. രാജു അങ്ങനെ പറയുന്ന കേട്ട് ഋതിക അങ്ങ് സങ്കടപ്പെടുവാണ്. രാധമ്മയാണ് ഇത് കേട്ടങ്ങ് ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ്. ഈശ്വര, ഇവൻ എന്തൊക്കെയായി വിളിച്ചു പറയുന്നത്? രുക്മിണിയും രമ്യയാണെ സന്തോഷത്തിലങ്ങ് ആറാടുന്നുണ്ട്. വർമ്മ അംബികയോട് പറയുന്നു, കേട്ടില്ലേ ചേച്ചി, ഈ നിഷ്കളങ്കമായ മനസ്സിനെയാ ചേച്ചി സംശയിച്ചത്. ഈ രാജുവിനെ സംശയിച്ചിട്ടാണ് ചേച്ചി എൻ്റെ മകളുടെ പരിശുദ്ധിയെ ചോദ്യം ചെയ്തത്. ഇപ്പോൾ ചേച്ചിക്ക് മനസ്സിലായില്ലേ ചേച്ചി പറഞ്ഞതെല്ലാം തെറ്റായിരുന്നെന്ന്? അംബിക ഉത്തരം മുട്ടി ഇങ്ങനെ നിൽക്കുവാണ്. പ്രതാപവർമ്മ പറയുവാണ്, നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകുമല്ലോ എൻ്റെ നല്ല മനസ്സിനെക്കുറിച്ചും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചും എല്ലാവരും പുകഴ്ത്തി പറയുന്നത്. ശരിക്കും ഈ രാജു ചെയ്യുന്നതിൻ്റെ മുൻപിൽ എൻ്റെ കാര്യങ്ങളൊന്നുമില്ല. രാജുവിൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് പ്രതാപവർമ്മ പറയുക, രാജു, ഞാനിപ്പോൾ നിന്റെ മുന്നിൽ ഒരു സാധാരണ മനുഷ്യനായിട്ടാണ് നിൽക്കുന്നത്. നീ എന്നെക്കാളും ഉയർന്ന ദൈവത്തിന്റെ സ്ഥാനത്താണ് നിൽക്കുന്നത്. വർമ്മ സാറേ, എന്നോട് ഇങ്ങനെ വലിയ വാക്കുകളൊന്നും പറയല്ലേ. ഞാൻ എന്നും വർമ്മ സാറിന്റെ സേവകനാണ്. വർമ്മ സാറിന്റെ മാത്രമല്ല, വർമ്മ സാറിന്റെ കുടുംബത്തിന്റെയും ഋതിക മേഡത്തിന്റെയും സേവകനാ. സാർ അവസാനം സത്യം മനസ്സിലാക്കിയല്ലോ, എന്നോട് ക്ഷമിച്ചല്ലോ. എനിക്കത് മതി, എനിക്കത് മാത്രം മതി. സാറേ, ഇനി ഞാൻ ഇറങ്ങുവാ. എനിക്കിനി അധിക നേരം ഇവിടെ നിന്നാൽ എല്ലാം സഹിക്കാൻ വയ്യാതെ കരഞ്ഞു പോവും. രാജു ഇങ്ങനെ പറയുന്നത് കേട്ട് ഋതിക അങ്ങ് ഏങ്ങി ഏങ്ങി കരയുവാണ്. രാജു അച്ഛനോടും അമ്മയോടും ചേച്ചിയോടും പറയുന്നു, നമുക്ക് ഇറങ്ങാം. വേണു പറയുന്നു, മോനെ ഋതിക മേഡം, അച്ഛാ, വർമ്മ സാറിന് എല്ലാം മനസ്സിലായി. ഇനി ഋതിക മേഡത്തിന് ഇവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ വർമ്മ സാറ് നോക്കിക്കോളും. രാധമ്മ ഋതികയെ കെട്ടിപ്പിടിച്ച് കരയുവാണ്. ഇത്രയും നാളും മകന്റെ ഭാര്യയാണെന്ന് കരുതിയാണല്ലോ രാധമ്മ ഇരുന്നത്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് രാധമ്മ പറയുകയാണ്, ഇങ്ങനെയെല്ലാം അവസാനിക്കുമെന്ന് രാധമ്മ കരുതിയതല്ല. എൻ്റെ മകൻ മോളോട് ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. മോൾ അവനോട് ക്ഷമിക്കണം, അവനെ ശപിക്കരുത്. ഋതിക രാധമ്മയെന്ന് വിളിച്ച് പൊട്ടിക്കരഞ്ഞിട്ട് പെട്ടെന്ന് മുകളിലോട്ട് ഓടി അങ്ങ് പോവുകയാണ്. വിങ്ങിപ്പൊട്ടിക്കരയുന്ന രാധമ്മയെ നോക്കി രാജുവിന് ഒന്നും പറയാനാവാതെ രാജുവും വിങ്ങി വിങ്ങി കരയുന്നുണ്ട്. എല്ലാവരുടെയും മുഖത്തൊരു വല്ലാത്ത സങ്കടാവസ്ഥയാണിപ്പോൾ. പക്ഷെ സന്തോഷിക്കുന്നവരവിടെ കുറച്ചു പേരുണ്ട്. അംബികയും മകൻ ദീപക്കും രുക്മിണിയും മകൾ രമ്യയും. അവർക്ക് എന്തെന്നില്ലാത്ത ആഹ്ലാദമാണ് മനസ്സിൽ. വീടിൻ്റെ അപ്സ്റ്റെയറിൽ കയറി നിന്നുകൊണ്ട് ഋതിക കരഞ്ഞുകൊണ്ട് പറയുന്നു, എല്ലാം അവസാനിപ്പിച്ചു. ഇനി രാജുവിൻ്റെ കൂടെ ഈ ഋതിക ഇല്ല. ഋതിക വീണ്ടും ഋതികയുടെ വീട്ടിൽ തനിച്ചായി. അങ്ങനെ രാജുവും അവൻ്റെ കുടുംബാംഗങ്ങളും എല്ലാവരും കൂടി ഇങ്ങനെ ഇറങ്ങി പോകുന്നത് ഋതിക മുകളിൽ നിന്ന് കാണുന്നുണ്ട്. അവരെല്ലാവരും അങ്ങനെ മുകളിലോട്ട് നോക്കി ഋതികയും കാണുന്നുണ്ട്. എല്ലാവരും സങ്കടത്തോടെ നോക്കുവാണ്. രാജുവിൻ്റെ മനസ്സിൽ എന്തോ ഒരു കുറ്റബോധം തോന്നുന്നുണ്ട്. അംബികയും മകനും മുറിയിലെത്തി. ദീപക് പറയുക, അമ്മേ, അവസാനം നമ്മളത് നേടി. ഋതികയും രാജുവിനെയും നമ്മൾ വേർപിരിച്ചു. അമ്മ പറഞ്ഞില്ലേ മോനോട്, ഏതൊരു കാര്യത്തിനും ക്ഷമയോടെ കാത്തിരുന്ന് അവസരം വരുമ്പോൾ വേണ്ട രീതിയിൽ ബുദ്ധി ഉപയോഗിച്ചാൽ ഏത് കൊമ്പനെയും വീഴ്ത്താവെന്ന്. ഇപ്പോഴെന്റെ മോന് മനസ്സിലായോ അമ്മ പറഞ്ഞതിന്റെ പൊരുള്? എനിക്ക് മനസ്സിലായമ്മേ, നന്നായിട്ട് തന്നെ മനസ്സിലായി. എൻ്റെ അമ്മ ഒരു ലെജൻഡാ. അമ്മയുടെ അത്രയും ബുദ്ധിയുള്ള ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അമ്മയുടെ നാക്ക് കരുനാക്കാണെന്ന് തോന്നുന്നു. അതെന്താ ദീപക്കെ നീ അങ്ങനെ പറഞ്ഞത്? അമ്മ എന്ത് പറഞ്ഞാലും കുറച്ച് താമസിച്ചായാലും അതങ്ങനെ തന്നെ നടക്കും.
ഋതിക അവിടെ മുറിയിലെ കട്ടിലിൽ വന്ന് കിടന്ന് ഏങ്ങലടിച്ച് കരയുവാണ്. യാമിനി വന്ന് അവളെ സമാധാനിപ്പിക്കാൻ നോക്കിയിട്ട് ഒന്നും പറ്റുന്നില്ല. ഋതുമോളെ, മോൾക്ക് കുറച്ചുകൂടെ മുൻപേ എന്നോട് ഇതൊക്കെ പറയാൻ വയ്യായിരുന്നോ? ചെറിയമ്മയ്ക്ക് ഇതൊക്കെ അറിയാമായിരുന്നോ? ഞാൻ ഋതുമോളും രാജുവും സംസാരിക്കുന്നത് കേട്ടിരുന്നു. എനിക്ക് രാജുവിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു ചെറിയമ്മേ. ദീപക്കുമായിട്ടുള്ള വിവാഹം നിശ്ചയിക്കുന്നതിന് മുൻപ് തന്നെ എനിക്ക് രാജുവിനോടുള്ള ഇഷ്ടം ഞാൻ തുറന്നു പറഞ്ഞതാ. പക്ഷേ എൻ്റെ ഇഷ്ടം അന്നേ രാജു നിരസിച്ചു. ഞാനത് കാര്യമാക്കിയിരുന്നില്ല ചെറിയമ്മേ. അച്ഛനോടുള്ള ബഹുമാനം കൊണ്ടാ രാജു അങ്ങനെയൊക്കെ പറഞ്ഞതെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. കുറച്ച് ദിവസം കഴിയുമ്പോൾ പതിയെ രാജുവിൻ്റെ മനസ്സ് മാറുമെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടാ ദീപക്കുമായുള്ള വിവാഹത്തിൻ്റെ അന്ന് രാജു എൻ്റെ കഴുത്തിൽ താലി കെട്ടിയെന്ന് ഞാൻ നുണ പറഞ്ഞത്. പക്ഷേ എൻ്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിപ്പോയി ചെറിയമ്മേ. മോള് കരയാതിരിക്കുക. ഞാൻ എന്തൊരു ഫൂളാ ചെറിയമ്മേ. എൻ്റെ ആഗ്രഹത്തിന് എല്ലാം നടക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. വെറുതെ എന്തൊക്കെയോ ആഗ്രഹിച്ചു. രാജുവാണ് എൻ്റെ ലോകമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഞാൻ രാജുവിനെ നിർബന്ധിച്ച് രാജുവിൻ്റെ ഒപ്പം പോയി. അവസാനം ഞാൻ വീണ്ടും ഈ വീട്ടിൽ അംബികാമ്മാവിയുടെയും ദീപക്കിൻ്റെയും ഇടയിൽ. എൻ്റെ മോള് കരയല്ലേ, ചെറിയമ്മയല്ലേ പറയുന്നത്. ഞാൻ രാജുവിനോട് സംസാരിക്കാം. പ്രതാപേട്ടനോട് പറഞ്ഞ് പ്രതാപേട്ടനും ഞങ്ങളെല്ലാവരും പോയി രാജുവിൻ്റെ വീട്ടിൽ പോയി സംസാരിക്കാം. വേണ്ട ചെറിയമ്മേ, രാജു ആര് പറഞ്ഞാലും കേൾക്കില്ല. രാജുവിന് എന്നെ വേണ്ട ചെറിയമ്മേ. രാജുവിന് എന്നെ ഇഷ്ടമല്ല. ചെറിയമ്മ നോക്കിക്കോ, ഞാനിനി ആരെയും വിവാഹം കഴിക്കില്ല. എൻ്റെ മനസ്സിൽ രാജു മാത്രമേ ഉള്ളൂ. രാജുവായിട്ടുള്ള വിവാഹം കഴിഞ്ഞുവെന്ന ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതങ്ങനെ തന്നെ തുടരും. ഈ ജീവിതത്തിൽ ഞാൻ വേറെ ആരെയും വിവാഹം കഴിക്കില്ല. ഞാനിനി ഈ റൂമിൽ നിന്ന് പുറത്തോട്ടും വരില്ല. മോളെ, അങ്ങനെ പറയല്ലേ. നമുക്കെല്ലാം ശരിയാക്കാം. ഇല്ല ചെറിയമ്മേ, ഒന്നും ശരിയാകില്ല. എനിക്കറിയാം ചെറിയമ്മേ, എന്നോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ രാജു ഇങ്ങനെ ചെയ്യുമായിരുന്നു. മോളെ, നമുക്കെല്ലാം ശരിയാക്കാം. മോളിങ്ങനെ കരയാതെ. ഞാൻ കരയാതെ പിന്നെ എന്ത് ചെയ്യും ചെറിയമ്മേ? എനിക്ക് മാത്രം എന്താ ഇങ്ങനെയൊക്കെ നടക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ മാത്രം എന്താ എപ്പോഴും ഇങ്ങനെ? രാജു എന്നെ ഇഷ്ടപ്പെടാൻ വേണ്ടി ഒരു ക്വാളിറ്റി പോലും എനിക്കില്ലേ ചെറിയമ്മേ. ചെറിയമ്മ എന്ത് പറഞ്ഞാലും എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് ആശ്വസിക്കാൻ കഴിയുന്നില്ല ചെറിയമ്മേ. എൻ്റെ ഉള്ളു നീറുക, എൻ്റെ മനസ്സ് വേദനിക്കുക. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ചെറിയമ്മേ. ചെറിയമ്മ കുറച്ചു നേരം എൻ്റെ കൂടെ ഒന്ന് ഇരിക്കാവോ? എനിക്ക് വിഷമം വന്നിട്ട് എൻ്റെ നിയന്ത്രണം വിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്താൽ. മോളെ എന്തോ ഈ പറയുന്നേ? എൻ്റെ മോള് സമാധാനിക്ക്. ചെറിയമ്മയല്ലേ ഈ പറയുന്നത്. ഞാൻ മോളുടെ കൂടെ ഇരിക്കാം. ചെറിയമ്മയെന്നും പറഞ്ഞ് കരഞ്ഞോണ്ട് ഋതിക യാമിനിയുടെ മാറിലോട്ട് വീണങ്ങ് കരയുവാണ്. എൻ്റെ മോൾ ഇതൊക്കെ ആദ്യം തന്നെ ചെറിയമ്മയോടും ചെറിയച്ഛനോടും പറഞ്ഞിരുന്നെങ്കിൽ ഇതിനൊക്കെ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കുമായിരുന്നല്ലോ. പ്രതാപേട്ടനോട് പറഞ്ഞോ, അല്ലെങ്കിൽ രാജുവിനോട് സംസാരിച്ചോ, രാജുവിൻ്റെ വീട്ടുകാരോട് സംസാരിച്ചോ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കുമായിരുന്നു. മോൾ എന്താ പറയാഞ്ഞത്? ഞാൻ പറയേണ്ടതായിരുന്നു എന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു ചെറിയമ്മേ. രാജു എന്നെ മനസ്സിലാക്കും, എൻ്റെ പ്രണയം തിരിച്ചറിയും, എന്നെ സ്വീകരിക്കുമെന്നൊക്കെ ഞാൻ അങ്ങ് ഓർത്തുപോയി. ഞാൻ അതിനുവേണ്ടി ഒരുപാട് ശ്രമിക്കുകയും ചെയ്താ ചെറിയമ്മേ. പക്ഷേ രാജു എന്നെ ചതിച്ചു. ഒട്ടമോളെ, എല്ലാത്തിനും നമുക്കൊരു വഴിയുണ്ടാക്കാം. മോള് വിഷമിക്കാതെ. എനിക്ക് രാജുവിനെ ഇഷ്ടമാ ചെറിയമ്മേ. എനിക്ക് എൻ്റെ രാജുവിനെ ഒരുപാട് ഇഷ്ടമാ. എനിക്കറിയാം മോളെ, എനിക്ക് രാജുവിനെ വേണം. എനിക്ക് രാജുവിൻ്റെ കൂടെ ജീവിക്കണം ചെറിയമ്മേ. എനിക്ക് രാജുവിൻ്റെ ഭാര്യയായി രാജുവിൻ്റെ വീട്ടിൽ ജീവിച്ചാൽ മതി. ചെറിയമ്മയ്ക്ക് മനസ്സിലായി മോളെ. നമുക്കതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം. മോള് സമാധാനമായിരിക്കും. രാജുവിൻ്റെ വീട്ടിൽ എല്ലാവരും ഓരോരോ മൂലയിലായിട്ട് ഇങ്ങനെ സങ്കടത്തോടെ തലയ്ക്ക് കൈയും കൊടുത്തിരിക്കുവാണ്. രാജുവിനാണെങ്കിൽ ആരുടെയും മുഖത്ത് നോക്കാൻ കഴിയാതെ കുനിഞ്ഞിരിക്കുക. രാധമ്മ പറയുന്നു, വേണുവേട്ട ചോദിക്കു വേണുവേട്ട. ഞാൻ എന്ത് ചോദിക്കാനാടി ഇവനോട്? എല്ലാം ഇവൻ്റെ ഇഷ്ടമല്ലേ, ഇവൻ്റെ തോന്നിയവാസമല്ലേ. ഇപ്പം ഞാനല്ലല്ലോ ഇവൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. രാധമ്മ വിങ്ങി പൊട്ടിക്കൊണ്ട് രാജുവിനോട് ചോദിക്കുക, മോനെ, നീ എന്ത് പണിയാടാ കാണിച്ചത്? നീ എന്തിനാടാ അങ്ങനെയൊക്കെ പറഞ്ഞത്? ശരിക്കും നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ലേ? വേണു പറയുക, രാധേ, ഇക്കാര്യത്തിൽ എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. ഞാൻ നിന്നോട് നേരത്തെ പറയേണ്ടതായിരുന്നു. ഞാനത് നിന്നോട് മറച്ചു വെച്ചു. ശരിക്കും ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല. എന്താ വേണുവേട്ട ഈ പറയുന്നത്? പക്ഷേ ഋതിക മേഡത്തിന് ഇവനോട് സ്നേഹമുണ്ടായിരുന്നു. ഇവനെ ഋതിക മേഡം പ്രണയിച്ചിരുന്നു. അതുകൊണ്ട് ഋതിക മേഡത്തിന്റെ ജീവിതത്തിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ഇവൻ ഋതിക മേഡത്തെ താലി കെട്ടിയെന്ന് നുണ പറഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് വന്നത്. അതിനുശേഷം ആ പാവം ഋതിക മേഡം ഇവനോട് അടുക്കാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷേ ഇവനെല്ലാം നിരസിച്ചു. അത്രയും നേരം ദേഷ്യത്തോടെല്ലാം കേട്ടോണ്ട് നിൽക്കുന്ന പ്രിയ പറയാ, രാജു, നീ കാണിച്ചത് വളരെ മോശമായിപ്പോയി. നീ കാണിച്ചത് വലിയൊരു തെറ്റാ.
ഇത്രയും വലിയ ഒരു വീട്ടിലെ ഒരു പെൺകുട്ടി നിന്നെ സ്നേഹിച്ച് നിന്നെ വിശ്വസിച്ച് നിന്റെ ഒപ്പം ഇറങ്ങി വന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ എല്ലാം മുന്നിൽ വെച്ച് താലി കെട്ടിയില്ല എന്ന് പറഞ്ഞ് ആ കുട്ടിയെ വേദനിപ്പിച്ചത് വലിയ തെറ്റായിപ്പോയി. രാജു, ലോകത്ത് ഒരു പെണ്ണിനും സഹിക്കാൻ പറ്റാത്ത ഒരു തെറ്റാ നീ ചെയ്തത്. രാധമ്മ പറയുക, അതേ മോനെ, നിന്റെ മനസ്സിൽ ചിലപ്പോൾ വർമ്മ സാറിനോടുള്ള സ്നേഹം, ആ സ്വത്തുക്കളെല്ലാം നിന്റെ കയ്യിലോട്ട് വരുമോ എന്നുള്ള ഭയവും ആയിരിക്കാം. എന്നാൽ നീ കാണാതെ പോയ ഒന്നുണ്ട്, ആ പാപം പെൺകുട്ടിയുടെ മനസ്സാ. രാജു എല്ലാവരുടെയും വാക്കുകൾ കേട്ട് കുറ്റബോധത്താൽ ഇങ്ങനെ കുനിഞ്ഞിരിക്കുവാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ രാജു ഇങ്ങനെ വിഷമിക്കുവാണ്. ഇനിയിപ്പോൾ രാജുവിൻ്റെ മനസ്സിൽ ഋതിക വരും. രാജു ഋതികയെ സ്വന്തമാക്കുകയും ചെയ്യും. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൻ്റെ അടുത്ത വീഡിയോയുമായി നാളെ കാണാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.